ശ്രീ റെജി, ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് വ്യക്തിപരമായി അങ്ങേക്കെങ്കിലും തോന്നുന്നില്ലേ? ഈ പഹൽഗാം വിഷയമുണ്ടായപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരമാണ് മായ്ച്ചു കളഞ്ഞത് ഈ ഭീകരർ. സ്വാഭാവികമായിട്ട് ഉള്ള് ഒന്ന് പിടയില്ലേ? തിരിച്ചടിച്ചപ്പോൾ എനിക്കും ഒരു അഭിമാനം തോന്നുന്നില്ലേ? തിരിച്ചടിച്ചത് ആരാ? ഭാരതത്തിൻ്റെ സൈന്യമാണ് ഈ മടകളിൽ കടന്നു കയറി അവന്മാരെ ഇല്ലാതാക്കിയത്. അപ്പോൾ ഉള്ളിലൊരു അഭിമാനം തോന്നില്ലേ? നോക്കൂ ശ്രീ ശ്യാം, ഇന്റർനാഷണൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു ജനാധിപത്യ രാജ്യമാക്കി നമുക്ക് മൗലിക അവകാശങ്ങൾ പ്രദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിക്കുകയും എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുകയും അതാത് മതങ്ങളിൽ വിശ്വസിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശവും അധികാരവും നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കാനും ഓരോ കോൺഗ്രസ് അതിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ട്. ഇവിടെ ബഹുമാന്യനായ ഗോകുൽ അദ്ദേഹം വളരെ സൗമ്യമായി BJPയുടെ വക്താവാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്കിനെ അദ്ദേഹം വളരെ സ്മരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ BJPയുടെ നേതാക്കന്മാർ ചെയ്യാത്തൊരു കാര്യമാണ് സൗമ്യനായ അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് അക്കാര്യത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിബറൽ ഡെമോക്രസിയുടെ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതേ രീതിയിലുള്ള സംസാരവുമാണ് അദ്ദേഹത്തിനുള്ളത്. അതേ രീതിയിൽ എല്ലാ മനുഷ്യരുടെയും അവരുടെ മതപരമായ വിഭാഗീയത കണക്ക് കൂട്ടാതെ ഇന്ത്യയിലെ ബഹുസ്വരതയെ അങ്ങേയറ്റം അംഗീകരിക്കുക. നിങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങളുടെ മതം അതിൽ വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് ആചരിക്കാനും നിങ്ങൾക്ക് ഇവിടെ ഉള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോടൊരു പ്രത്യേക സ്നേഹമോ ഒന്നുമല്ല ഇന്റർനാഷണൽ കോൺഗ്രസ്. അതിൻ്റെ തുടക്കം മുതൽ വരുന്ന 140 വർഷമായി ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടി. അതായത് ഇന്ത്യയിലെ അറിയാമല്ലോ, നമ്മുടെ വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടേത്. ഇന്ത്യയിലെ ജാതികളും ഉപജാതികളും ചേർന്ന് 43 ലക്ഷം എണ്ണമാണ് ഇന്ത്യയിലുള്ളത്. ഒരു കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജനവിഭാഗങ്ങളെല്ലാം, ഈ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അത് ബഹുസ്വരതയിലാണ് വിശ്വസിക്കുന്നത്. ഇവിടെ കേരളത്തിലെ കാര്യമെടുത്താൽ നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിനെ വിമർശിച്ചാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന്. 1980 നമ്മളിവിടെ ഒരു ഐക്യമുന്നണി സംവിധാനം രൂപപ്പെടുത്തി അതിൻ്റെ ഭാഗമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അവർ ഇവിടുത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അത് ഓരോ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഓരോ മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിനോ പ്രാദേശികമായിട്ടോ ദേശീയ തലത്തിലോ ഒക്കെ പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കാനും അത് രൂപീകരിക്കുവാനും ഒക്കെ കഴിയും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് 145 കോടി ജനങ്ങൾ വരുന്ന ഒരു വലിയ ജനസഞ്ചയമാണ്, ജനസമൂഹമാണ്. ഈ വൈവിധ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒറ്റ രീതിയിൽ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നത്? അത് ഇന്റർനാഷണൽ കോൺഗ്രസ് ചെയ്ത സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ്.